മദ്യപിച്ച് ലക്ക് കെട്ട് പോലീസ് ജീപ്പിൽ ഞെട്ടിപ്പിക്കുന്ന പരാക്രമം നടത്തി പോലീസ് ഉന്നത ഉദ്യോഗസ്ഥൻ. അപകട മേഖലയായ അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണ മേഖലയിൽ നിയമം ലംഘിച്ചും അമിത വേഗത്തിലും സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പി ബി അനിൽകുമാർ ജീപ്പ് ഓടിച്ചപ്പോ അതില് 5 വയസ്സുള്ള കുട്ടിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്തുടരുന്ന ശ്രദ്ധയിൽപ്പെട്ടതോടെ ചന്ദിരൂർ ഭാഗത്തെത്തിയപ്പോൾ വണ്ടി യൂട്ടേൺ എടുത്തു. എറണാകുളം ഭാഗത്തേക്ക് 2 കിലോമീറ്ററോളം സഞ്ചരിച്ച ശേഷം വീണ്ടും യൂട്ടേൺ എടുത്ത് തിരുവനന്തപുരം ഭാഗത്തേക്ക്. അതിനിടെ അരൂർ കുത്തിയതോട് പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഏകദേശം 20ഓളം തവണ ഞങ്ങൾ വിളിച്ചു. എല്ലാവരും തിരക്കിലാണെന്നും ശരിയാക്കാമെന്നും മറുപടി. വൈകിട്ട് മുക്കിന് ഊതിക്കാൻ നിൽക്കുന്ന പോലീസുകാരെ ആരെയും റോഡിൽ കണ്ടില്ല. ഹെൽമറ്റ് പിടുത്തവും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ കുത്തിയതോട് ജംഗ്ഷനിലെത്തിയപ്പോൾ വണ്ടി സൈഡായി. അപ്പോഴാണ് ഡ്രൈവിംഗ് സീറ്റിലിരുന്നയാൾ ആദ്യമായി പുറത്തിറങ്ങുന്നത്. നേരെ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കും ജീപ്പിനെ ചാരിയായിരുന്നു നിൽപ്പ്. തൊട്ടു പിന്നാലെ ബോണറ്റ് ഉയർത്തിവെച്ചു. പഴയകാല തീവണ്ടിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ബോണറ്റിനുള്ളിൽ നിന്നും പുകയുയരുന്നു. വണ്ടിക്കുള്ളിലേക്ക് നോക്കിയപ്പോൾ 5 വയസ്സോളം പ്രായമുള്ള കുട്ടി ഉറങ്ങുന്നു. വണ്ടിക്കുള്ളിൽ ലഗേജുമുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ: അതിനിടെ കൂടെയുണ്ടായിരുന്ന 2 പേർ തൊട്ടടുത്ത ബേക്കറിയിലേക്ക് കയറി. ഞങ്ങളെ അടുത്തേക്ക് വിളിച്ച് വിട്ടുകളഞ്ഞൂടെ എന്നൊരു ചോദ്യവും. ഇങ്ങനെയാണോ വണ്ടി ഓടിക്കേണ്ടത്? അത്യാവശ്യം ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയാണ്. ഏത് ഹോസ്പിറ്റലിലേക്ക്? അത്യാവശ്യം ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ നമ്മുടെ വണ്ടിയിൽ പോവാം. വണ്ടി സ്റ്റാർട്ട് ആവുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. തുടർച്ചയായ വിളികൾക്കൊടുവിൽ അരൂർ പോലീസ് സ്ഥലത്തെത്തി. നിൽക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന ഡ്രൈവറെ പോലീസ് ജീപ്പിനകത്തേക്ക് കയറ്റി. അല്പസമയത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ വനിതാ എസ് ഐ കസ്റ്റഡിയിലെടുത്ത ഡ്രൈവർക്ക് മുന്നിൽ അറ്റൻഷനായി നിന്നു. ഇതോടെ ആരാണ് ആ ദിവ്യൻ എന്നായി ഞങ്ങളുടെ അന്വേഷണം. അങ്ങനെയാണ് പിടിയിലായത് സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പി ആയ വി അനിൽകുമാർ ആണെന്ന് വ്യക്തമായത്. ഇതേസമയം പോലീസ് സ്റ്റേഷനുള്ളിൽ എഴുത്തുകുത്തുകൾ തുടരുകയായിരുന്നു. കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് തന്നേക്കാൾ താഴ്ന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരായതിനാലാവാം മറുപടി പറയാൻ ബുദ്ധിമുട്ടായിരുന്നുവെന്നാണ് വിവരം. തിരുവനന്തപുരം കീഴാറൂരിൽ വയോധികനെ വഴിയിലിട്ട് കരണത്തടിച്ച് പോലീസ്. കീഴാറൂർ കുക്കുർണിയിലാണ് സായന സവാരിക്കിറങ്ങിയ ഹൃദ്രോഗിയായ 72കാരന് മർദ്ദനമേറ്റത്. കുക്കുർണി റോഡരികത്ത് വീട്ടിൽ ഭാസ്കരൻ നാടാർക്കാണ് മർദ്ദനമേറ്റത്. നടന്നപ്പോ പരാതി കൊടുത്തെന്ന് പറഞ്ഞ സ്ത്രീ കാറ്റ് പറഞ്ഞ് വെളിയിലിറങ്ങി പറയാന്ന്, സാറ് ഇവിടെ ഈ നിൽക്കുന്ന പച്ച ഉടുപ്പുകാരനാണ് ഇവിടെ കുട്ടിച്ചരെല്ലാം ഉണ്ടാക്കുന്നത്. ഇവനാണെന്ന് അവളെ പറഞ്ഞ് തീരുമ്പേ എൻ്റെ കൂടെ വന്ന പോലീസുകാരൻ എൻ്റെ തുടയിലൊരടിയടി, കയ്യിലിരുന്ന ചൂരല്ലോണ്ട് ആ പോലീസുകാരൻ രണ്ടാമത് ഞാൻ മോശം നോക്കിയപ്പോൾ എന്നെ ചേട്ടത്തൊരടിയടി. അപ്പോഴേ എനിക്ക് ഭയങ്കര പ്രയാസമായി.